ശ്രീകുമാരേട്ടനിൽ തന്നെ നമുക്ക് തുടങ്ങാല്ലേ. അതായത് അമൃത ടിവിയിലെ സ്വന്തം മുത്താണ് ശ്രീകുമാർ അല്ലേ? അങ്ങനെ പറഞ്ഞപ്പോ എന്ത് സന്തോഷം. അതെ അതെ, ആ ഒരു മുത്തിനെ ഞങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ മിസ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പൊ കൈയോടെ പിടികൂടിയിരിക്കുകയാണ്. എന്താണ് ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഓർമ്മ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? അമൃത ചാനലിന്റെ ബെസ്റ്റ് ആക്ടർ ഷോ ഉണ്ടായിരുന്നു. ഈ ഫ്ലോറിലാണ്. ഈ ഫ്ലോറിലായിരുന്നു. സെലക്ഷനൊക്കെ ആയി. സെലക്ഷൻ കഴിഞ്ഞു, എൻട്രി ചെയ്തു. പക്ഷേ പ്രോഗ്രാമിൽ നിന്ന് ആദ്യത്തെ എപ്പിസോഡിൽ പുറത്തു പോകുന്ന ആൾ ഞാനായിരുന്നു. എലിമിനേഷനിൽ. പക്ഷെ അതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് കുറെ നല്ല വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് പിന്നെ ചിരികിടതോം. ഈ പ്രോഗ്രാമിൽ നിന്ന് പുറത്തു പോയിട്ട് ഞാൻ പിന്നെ ഭയങ്കര എന്താണ്, നമുക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് അമൃതയുടെ തന്നെ ചിരികിടതോം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ആദ്യം വിളിക്കണ എന്നെയാണ്. അത് ശരി, വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ, തുടക്കമായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഉണ്ണിസാറാണ് അത് ഡയറക്റ്റ് ചെയ്തതും. യെസ്, അപ്പോൾ ആ ഒരു കരിയർ ഇങ്ങനെ നന്നായി മുന്നോട്ട് പോകുന്നു. ഈ എന്താ പറയാ, ശ്രീകുമാരേട്ടനെ കുറിച്ച് അറിയാത്തൊരു കാര്യം എന്റെ കയ്യിലുണ്ട്. എന്താടി എന്നോട് വേറൊന്നുമല്ല, അതായത് ശ്രീകുമാരേട്ടൻ അടിപൊളി ഒരു കേരള നടനഭൂഷണം കിട്ടിയ ഒരാളാണെന്നല്ലേ? കേരള നടനം നന്നായി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയണ്ടാവില്ല. ഇല്ല, കേരള നടനം പഠിച്ചിരുന്നു സ്വാതി തിരുനാൾ കോളേജിൽ. അപ്പോൾ എൻ്റെ എക്സാമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഞാൻ ഈ പ്രോഗ്രാമുമായിട്ടൊക്കെ പുറത്തൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്നേഹിച്ചിയുടെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ കഥകളി, ഓട്ടംതുള്ളല്, ഡാൻസ്, പിന്നെന്താ പാട്ടുണ്ടോ? ഇല്ല, പാട്ടില്ല. അതിൽ പഠിപ്പിക്കുമല്ലോ, ചേട്ടൻ പഠിപ്പിക്കുമല്ലോ. പിന്നെ എല്ലാത്തിലും ഇതൊക്കെ എടുത്ത് തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ഗംഭീരമായിട്ട് ഈ കരിയർ ഇങ്ങനെ കൊണ്ടുപോവാണ്. മറിമായത്തിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? മറിമായത്തിൽ ഞാൻ സത്യത്തില് പിന്നെ MA തിയേറ്ററാണ് പഠിച്ചത്. നാടകങ്ങൾ ചെയ്തിരുന്നു. അപ്പം ആ സമയത്താണ് ഛായാമുഖി എന്ന് പറയുന്ന നാടകം ചെയ്യണത്. അത് കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഞാൻ റെസ്റ്റിലായിരുന്നു. അപ്പം എനിക്ക് പുറത്തു പോയി പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ MPhil ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് അങ്ങനെയൊക്കെയാണ് MPhil എടുക്കുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ് ശിവ അവിടെ പഠിക്കുന്നുണ്ട് MG ക്യാമ്പസിൽ. അപ്പോൾ സിദ്ധു ആണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്യാണ്, ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്. അപ്പോൾ അറിയാലോ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ചാനലിൻ്റെ ഓഫീസ്. അപ്പോൾ ആദ്യം ഞാൻ അയ്യോ ഇല്ല, എനിക്ക് ക്യാമറ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അവര് അന്വേഷിച്ചിട്ട് വേറെ ആളെ കിട്ടിയതുമില്ല. അവരുടെ അവസാനം എന്റെ വീട്ടിൽ വന്ന് സാറ് ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് എപ്പിസോഡ് അങ്ങനെയാണ്. വയ്യാതിരിക്കുന്നുണ്ടല്ല, എന്റെ അമ്മയുടെ സ്വഭാവം അറിയില്ലേ, അവര് പറഞ്ഞു ഏതോ ഫ്ലാറ്റിലാണ് ഷൂട്ട് ചെയ്യണേന്ന്. പോകാൻ പറ്റില്ല, വേണേ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടെ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വീട്ടിൽ വന്ന് ക്യാമറ കൊണ്ട് ഒരു നടിയെ കണ്ടെത്തുന്നത്. ഛായാമുഖി അപ്പൊ അതിലെങ്ങനെ വന്നു? ഞാൻ വിചാരിച്ച മറിമായത്തിന് ശേഷമാണ്. ഇത് ടെലിവിഷനും സിനിമയ്ക്കും ഒക്കെ മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ലാലേട്ടന്റെ കൂടെ സ്റ്റേജ് എക്സ്പീരിയൻസ്, അത് വലിയൊരു സംഭവമാണ്, അറിയാലോ നിനക്ക്. അപ്പോൾ അത് ഒരു ഭാഗ്യം തന്നെയാണ്. അത് ഞാൻ MA പഠിക്കുന്ന സമയത്താണ്. MA നാടകമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിന് അക്കാഡമി ഫെസ്റ്റിവലിൽ ഞാനൊരു നാടകം ചെയ്തിരുന്നു. അതിന്റെ ജഡ്ജായിരുന്നത് മുകേഷ് ഏട്ടന്റെ പെങ്ങള് സന്ധി ചേച്ചിയാണ്. ഒപ്പം ഈ ഛായാമുഖിയുടെ അസോസിയേറ്റ് എൻ്റെ സീനിയർ ആയിരുന്ന നവാസിക്കയാണ്. ഇവര് രണ്ടുപേരുമാണ് എന്നെ അതിലേക്ക് സെലക്ട് ചെയ്തത്. അപ്പൊ ഈ മറിമായത്തിലൂടെ നിങ്ങൾ എപ്പോഴാണ് മനസ്സൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയത്? അല്ല, മനസ്സ് മാറി ചിന്തിക്കാൻ തുടങ്ങിയ പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങള് സംസാരം തന്നെ തുടങ്ങിയത്. പൊതുവെ അറിയാലോ, കുറച്ച് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കി, സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ഇപ്പൊ അതിലോട്ട് ഇറങ്ങിയിട്ട് ഭയങ്കര സംസാരമായോ? തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട്.